സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ അനിശ്ചിതകാല സമരം മൂന്നാം ദിവസത്തിലെത്തിയിരിക്കുകയാണ്. അധ്യാപനത്തിന് പുറമെ OP കൂടി ബഹിഷ്കരിച്ചതോടെ രോഗികൾ ആകെ വലയുന്ന സാഹചര്യമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും രാഹുൽ KV ചേരുകയാണ്. രാഹുൽ, വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, ഗവൺമെന്റ് ആശുപത്രികളെ ആശ്രയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഈ സിസ്റ്റം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അതെ, ഡോക്ടർമാർ സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചികിത്സ തേടി എത്തുന്ന ആളുകൾക്ക് വലിയ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. അതപ്പോൾ ദിവസങ്ങൾ കടന്ന് മൂന്നാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച്, രോഗികളെ സംബന്ധിച്ച് ആ പ്രയാസം അത്രയും അധികരിച്ചിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. നമ്മൾ പ്രത്യേകമായി എടുത്തു പറയേണ്ടതില്ലെങ്കിൽ കൂടി മലബാറിൻ്റെ ആശ്രയ കേന്ദ്രമാണ്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അത്രയും ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. ഇപ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ച് PG ഡോക്ടർമാരുടെ സേവനം മാത്രം ലഭ്യമാക്കിക്കൊണ്ടാണ് ഈ എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് പക്ഷേ അവർക്ക് ക്ലാസ് ലഭിക്കുന്നില്ല എന്നൊരു അവസ്ഥ കൂടിയാണ്. അതായത് വിദഗ്ധ ചികിത്സ ഒന്നും തന്നെ മെഡിക്കൽ കോളേജുകളിൽ ലഭ്യമാകുന്നില്ല എന്ന അവസ്ഥയാണ്. PG ഡോക്ടർമാർക്ക് നൽകാൻ കഴിയുന്ന സേവനങ്ങൾ എന്തൊക്കെയാണോ അതുമാത്രമാണ് ഈ ചികിത്സ തേടി എത്തുന്നവർക്ക് നിലവിൽ ലഭ്യമായിക്കൊണ്ടേയിരിക്കുന്നത്. നമുക്ക് പ്രതികരണം ലഭ്യമാകാൻ നോക്കാം. ഡോക്ടർമാരുടെ സമരം മൂന്നാം ദിവസത്തിലാണ്. ബാധിച്ചോ വലിയ രീതിയിൽ? അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ PG ഡോക്ടേഴ്സിന് അവരുടെ ലിമിറ്റേഷൻ വെച്ചിട്ടുള്ള ചികിത്സ അവർ ചെയ്യുന്നുള്ളൂ. അത് ചെറിയ ഇതിലൊക്കെ ചെയ്യുന്നുള്ളൂ. ഒരു സർജറി, ഇപ്പം ഞാൻ സർജറിക്ക് വന്നതാണ്. സർജറിക്ക് വന്നതാണ്. ലിവറിനൊരു ചെറിയ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സർജറിക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായം നല്ല മൊത്തത്തിൽ എല്ലാ രോഗികളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഇത് എത്രയും പെട്ടെന്ന് ഈ സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാരും മെഡിക്കൽ കോളേജ്, എല്ലാ മെഡിക്കൽ കോളേജിൻ്റെ ഒരു അതോറിറ്റി, ഡോക്ടേഴ്സിൻ്റെ യൂണിയനോ എന്താ ഒരു ടോപ്പിൽ ആൾക്കാരുണ്ടാവും, അവരുമായിട്ട് സംസാരിച്ച് ഈ സമരം എത്രയും പെട്ടെന്ന് നിർത്തി രോഗികൾക്ക് നല്ല ചികിത്സ കിട്ടുന്ന രീതി. കാരണം ഓൾറെഡി സമരം ഇല്ലാത്ത സമയത്തായാലും രോഗികൾ വന്ന് ഒരു ദിവസത്തെ കാര്യത്തിൽ ചിലപ്പോൾ 2-3 ദിവസം വരേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നാളെ കഴിഞ്ഞാൽ സർജറി നിർത്തി വെക്കുന്നതാണ് പറയണത്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മുമ്പിൽ വന്നുള്ള ആൾക്കാർ സർജറിക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർ ഡിലേ ആവും. ഏട്ടനോട് ഇപ്പോൾ എന്താ പറഞ്ഞത്? എന്നോടിപ്പോൾ അഡ്മിറ്റാണ്. അഡ്മിഷന് വേണ്ടിയിട്ട് എല്ലാ ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർ പറഞ്ഞത് ഒരു 10-12 മണിയാകുമ്പോഴത്തേക്ക് OPയിലത്തെ ആൾക്കാർ കുറേ ഒഴിവാകും. അപ്പോൾ അതിന് ശേഷം അഡ്മിഷൻ ഡോക്യുമെൻ്റ് ബാക്കി പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ എന്തെങ്കിലും കാരണം വെച്ചാൽ സർജറി ഡിലേ ആവുകയാണെങ്കിൽ നിങ്ങളുടെ സർജറി ഡിലേ ആവും, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ രോഗികളെ ബാധിച്ചിട്ടുണ്ട് ഈ സമയം. ചെയ്യാൻ പറ്റുക അങ്ങനെയൊന്നും പറയാൻ, ഡിസിഷൻ എടുക്കാൻ പറ്റുന്നു. ഡിസിഷൻ എടുക്കണമെങ്കിൽ അതിൻ്റെ പർട്ടിക്കുലർ ഡോക്ടർ വരണം. PG ഡോക്ടേഴ്സ് ഡിസിഷൻ എടുക്കില്ല. അവരുടെ ലെവലിലുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുള്ളൂ. ബാക്കിയെല്ലാം സർജനോ അല്ലെങ്കിൽ HOD അതുപോലെയുള്ള ആളുകളൊക്കെയാണ് ഡിസിഷൻ എടുക്കുക. അവർ തീരുമാനിക്കുന്നത് ചെയ്യാന്നല്ലാണ്ട് ഇവർക്ക് അങ്ങനെ ഒരു ഇന്ന ദിവസം സർജറി ചെയ്യുക എന്നൊന്നും അവർക്ക് പറയാൻ പറ്റില്ല. പേരെന്താ, എവിടുന്ന വരുന്നത്? എൻ്റെ പേര് അനിൽകുമാർ. ഞാൻ പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് നിന്നാണ് വരുന്നത്. പാലക്കാട് റെഫർ ചെയ്ത് വന്നാണ്. റെഫർ ചെയ്ത് വന്നതാണ്. ശരി, താങ്ക് യു. പാലക്കാട് നിന്ന് വന്ന ചേട്ടനാണ്. അദ്ദേഹം ഒരു ഉദാഹരണം മാത്രമാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജുകളിലെ പൊതുസ്ഥിതി എന്ന് പറയുന്നത്. സിസ്റ്റം തകരാറിലാണ്. 3 ദിവസമായി വലിയ പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ സാധാരണ മനുഷ്യർ അധികം സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാൻ കഴിയാത്ത, ഈ അമിത നിരക്കിനെ തുടർന്ന് വലിയ തുകയെ തുടർന്നൊക്കെ ആശ്രയിക്കാൻ കഴിയാത്ത ആളുകൾക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് തിരികെ പോകേണ്ടി വരുന്നു. പിന്നീട് വരിക എന്നൊരു നിർദ്ദേശം കൂടിയാണ് ലഭ്യമാകുന്നത്. PG ഡോക്ടർമാരുടെ സേവനം മാത്രമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലുള്ളത്. സമരം തീർക്കുന്നതിന് സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സംബന്ധിച്ച ചർച്ചകളൊക്കെ നടന്നിരുന്നു. പക്ഷേ അതത്ര വിജയം കണ്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡോക്ടർമാർ സമരം തുടരുന്നത്. അക്ഷയ്.